पूर्णत्रयीशम् आश्रये अक्षयभक्तिसंसिद्धये पूर्णब्रह्म रूपिणं परिं पूर्णदया रसपूर्णितलोचनं पूर्णब्रह्म रूपिणं परिं पूर्णदया रसपूर्णितलोचनं पार्थमहाभक्तं भावितमच्युतं तीर्थपदम् अखिलार्थविदायकं वैकुण्ठाधिपं विबुद्धगणार्चितं वैकुण्ठाधिपं विबुद्धगणार्चितं श्रीललिताम्बिकासोदरं परं पूर्णत्रयीशम् आश्रये अक्षयभक्तिसंसिद्धये. सर्वेषां वन्दनं. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः. ഇന്ന് ശ്രാവണ പൂർണിമ നാം സംസ്കൃത ദിനമായി ആചരിച്ചു വരുന്നു. ഭാഷ സംസ്കാരമാണ്. സാമൂഹിക ജീവിതത്തിൽ വഴികാട്ടിയാകുന്നതും ഭാഷ പകരുന്ന വെളിച്ചമാണ്. ആശയവിനിമയത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും വിജ്ഞാന വ്യാപനത്തിനും ഭാഷ കരുത്തുറ്റ ഉപകരണമാണ്. സംസ്കൃത ഭാഷയുടെ മഹനീയ പാരമ്പര്യം ദേശവിദേശങ്ങളിൽ പരക്കെ പുകഴ്പെറ്റതാണ്. മലയാള ഭാഷയുടെ പദാവലിയിൽ ഭൂരിപക്ഷവും സംസ്കൃതത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാണ്. സംസ്കൃതത്തെ ഇത്രത്തോളം സ്വാഗതം ചെയ്ത മറ്റൊരു ഭാഷയില്ലെന്ന് തന്നെ പറയാം. 4 പതിറ്റാണ്ടായി ഭാരതത്തിലെ സംസ്കൃത പ്രേമികൾ ശ്രാവണ പൂർണിമ ദിനം സംസ്കൃത ദിനമായി ആചരിച്ചു വരുന്നു. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് സംസ്കൃതം ദേശീയ ഐക്യത്തിന്, സാംസ്കാരിക ഉന്നമനത്തിന് എന്ന തത്വം ഈ ദിനത്തിൻ്റെ സന്ദേശമായി അംഗീകരിക്കുകയുണ്ടായി. നിർജീവം, കഠിനം, മതപരം എന്നൊക്കെ പരാമർശിക്കപ്പെട്ടു പോന്ന ഈ അമൃത ഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും ബോധ്യപ്പെടുത്തുന്നതിനും സംസ്കൃത ഭാഷാ പഠനത്തിലൂടെ രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാനുമുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇന്ന് സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളും ഇന്ന് ആ ദിനാഘോഷത്തിൽ പങ്കാളികളാവുകയാണെന്ന കാര്യം ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. ദിനാഘോഷത്തോടൊപ്പം നമ്മുടെ സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനവും നടത്തുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ആദരണീയനായ സ്കൂൾ മാനേജർ കെ ശശിധരൻ സാറിനെ ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസ്കൃത ദിനോദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ളത് സംസ്കൃത പണ്ഡിതനും സർവോപരി ഭാഷാസ്നേഹിയും ഗുരുപൂജ്യനുമായ ഡോക്ടർ നാരായണൻ സാറാണ്. സാറിനെ ഈ ചടങ്ങിലേക്ക് ഏറെ വിനയത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സ്നേഹനിധിയായ നമ്മുടെ പ്രധാനാധ്യാപിക ശ്രീദേവി ടീച്ചറാണ്. ടീച്ചറെയും ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആശംസാ ഭാഷണത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ ചന്ദ്രശേഖര പ്രഭു സാറാണ്. സംസ്കൃത ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സുഹൃത്തായ അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കൃതജ്ഞതയർപ്പിക്കുന്ന അഫ്നാസ് അനീഷിനെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്നേഹനിധികളായ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ധന്യവാദ. ആദരണീയനായ ഡോക്ടർ പി നാരായണൻ, മെഡിക്കൽ ഓഫീസർ, നാഗർകോവിൽ, ഡോക്ടർ ജി ചന്ദ്രശേഖര പ്രഭു, TDHSS മട്ടാഞ്ചേരി, ഹെഡ്മിസ്റ്റർ ശ്രീമതി ശ്രീദേവി, ശ്രീമതി അമ്പിളി ടീച്ചർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന 3 പ്രധാന ലോകഭാഷകളാണ് ഗ്രീക്ക്, ലാറ്റിൻ, സംസ്കൃതം എന്നിവ. ഇതിൽ 3500 വർഷം പഴക്കമുള്ള സംസ്കൃത ഭാഷയാണ് ഏറ്റവും പുരാതനവും ഏറ്റവും ബൃഹത്തും ഏറ്റവും ആ പദം സൂചിപ്പിക്കുന്ന പോലെ സംസ്കൃതമായിട്ടുള്ളതും. എല്ലാ പ്രധാന ഭാരതീയ ഭാഷകളുടെയും 90% വാക്കുകളെങ്കിലും മൂലപദം സംസ്കൃതമായിട്ടുള്ളതാണ്. ഇത് വ്യക്തമാക്കുന്നതാണ്
ഏകശ്ലോക രാമായണം. ആദൗ രാമതപോവനാദി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണ നിധനം ഏതഹി രാമായണം. ഈ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ ഇത് മലയാളം ശ്ലോകമാണോ എന്ന് തോന്നിയാൽ അതിന് കാരണം മലയാളത്തിലെ സംസ്കൃതത്തിൻ്റെ സ്വാധീനമാണ്. കർണാടകയിലെ ഷിമോഗയിൽ മാഞ്ചർ എന്നൊരു ഗ്രാമമുണ്ട്. ഇവിടെയുള്ളവർക്ക് അവർ വിദ്യാഭ്യാസമുള്ളവരും ആധുനിക ഉപകരണങ്ങളായ കമ്പ്യൂട്ടർ മുതലായവ ഉപയോഗിക്കുന്നവരാണെങ്കിലും സംസാര ഭാഷ സംസ്കൃതമാണ്. അതായത് ഗ്രീക്ക്, ലാറ്റിൻ എന്നിവയെപ്പോലെ സംസ്കൃതം പൂർണ്ണമായും ഒരു മൃതഭാഷയല്ല. ഭാരതത്തിലെ തത്വശാസ്ത്രങ്ങളും ഗണിതശാസ്ത്രം, ചികിത്സാ സംബന്ധിയായ അഷ്ടാംഗഹൃദയം മുതലായവ, 1,00,000-ഓളം ശ്ലോകങ്ങളുള്ള ബൃഹത്തായ മഹാഭാരതം എന്ന ഇതിഹാസം, ആദ്യ ഇതിഹാസമായ രാമായണം, ശാകുന്തളം മുതലായ കാവ്യനാടകങ്ങൾ ഇവയെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. ഇന്നത്തെ സംസ്കൃത ദിനാചരണം സംസ്കൃതം പഠിക്കുന്നതിനും എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യവാദഃ. സംസ്കൃത ദിനാചരണ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന SDPY സ്കൂളുകളുടെ മാനേജർ ശ്രീ K. ശശിധരൻ സാർ, മുഖ്യപ്രഭാഷകനും സംസ്കൃത ദിനാചരണത്തിൻ്റെ ഉദ്ഘാടകനുമായ നാഗർകോവിൽ ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. നാരായണൻ സാർ, ആശംസകൾ അർപ്പിക്കുന്ന മട്ടാഞ്ചേരി TD ഹൈസ്കൂൾ അധ്യാപകൻ ശ്രീ ചന്ദ്രശേഖര പ്രഭു സാർ, കൃതജ്ഞത അർപ്പിക്കുന്ന മാസ്റ്റർ അഗ്ന സനീഷ്, അധ്യാപികയായ അമ്പിളി ടീച്ചർ, പ്രിയപ്പെട്ട കുട്ടികൾ, മറ്റധ്യാപകർ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസ്കൃത ദിനമാണ്. അതായത് ശ്രാവണ മാസത്തിലെ പൗർണമി ദിനമാണ് സംസ്കൃത ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത്. 1969 മുതലാണ് ഭാഷകളുടെ എല്ലാം മാതാവായ സംസ്കൃതത്തിനായി ഒരു ദിനാചരണം ഭാരതത്തിൽ ആരംഭിക്കുന്നത്. അന്നു മുതലാണ് ഭാരതത്തിൻ്റെ വാർത്താവിനിമയ ശൃംഖലയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ആകാശവാണി അതിലൂടെ സംസ്കൃത വാർത്ത പ്രക്ഷേപണം ആരംഭിച്ചത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2000-ലേറെ വർഷം പഴക്കമുള്ള ചരിത്രമുള്ള ഭാഷകൾക്കൊക്കെ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകി അംഗീകരിക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാരിനുണ്ട്. അത്തരത്തിൽ 2005 സംസ്കൃത ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു. നമ്മുടെ മലയാളത്തിനും ഇതേ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. അത് 2013-ലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഭാരതം വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസ ഗ്രന്ഥങ്ങളുടെയും ഒക്കെ നാടാണ്. ഈ പറഞ്ഞ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസ ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ദേവഭാഷയായ അല്ലെങ്കിൽ വേദഭാഷയായ സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഭാഷയുടെ മഹത്വം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ മറ്റൊന്നും അറിയേണ്ടതില്ല. ഇനിയൊന്ന്, ഏറ്റവും അധികം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ഈ ഭാരതീയ ഭാഷകളിലെല്ലാം തന്നെ സംസ്കൃത ഭാഷയുടെ സ്വാധീനം വളരെ വലുതാണ്. അതിൽ തന്നെയും നമ്മൾ ഉൾപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെന്ന് അറിയാമല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രയിലെ തെലുങ്കിലും പിന്നെ നമ്മുടെ മലയാളത്തിലുമാണ് ഏറ്റവും അധികം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഭാഷ നിങ്ങളുടെ മാതൃഭാഷയോടൊപ്പം പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് വലിയൊരു ഭാഗ്യമായി, നിങ്ങൾക്ക് ലഭിച്ചൊരു നല്ല അവസരമായി തന്നെ നിങ്ങൾ കാണുക. തുടർന്നും ഈ ഭാഷ പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ട്. അതായത് സംസ്കൃത യൂണിവേഴ്സിറ്റികളും ആയിരക്കണക്കിന് വരുന്ന സംസ്കൃത വിദ്യാലയങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നീട് ഈ സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. നിങ്ങളിൽ പലർക്കും അങ്ങനെ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ആ ഭാഷയുടെ മഹത്വം മനസ്സിലാക്കി നിങ്ങളതിൽ ഉപരിപഠനം നടത്താൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമായിട്ട് കണക്കാക്കാവുന്ന ഈ ഭാഷ പഠിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു. ആ ഭാഷയിലൂടെ
ആ ഭാഷാ പഠനത്തിലൂടെ സംസ്കാര സമ്പന്നരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പള്ളുരുത്തി SDPY BHSന്റെ സംസ്കൃത ദിനാചരണ പരിപാടികൾ, അതുപോലെ സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനം എന്നിവയിൽ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സംസ്കൃതം ടീച്ചർ ശ്രീമതി അമ്പിളി ടീച്ചർക്ക്, അതുപോലെ ഈ പരിപാടികൾക്ക് ആധ്യക്ഷ്യം വഹിക്കുന്ന സ്കൂൾ മാനേജർ ശ്രീ K. ശശിധരൻ സാറിനും, സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനാധ്യാപിക ശ്രീമതി ശ്രീദേവി ടീച്ചർക്കും, ഈ പരിപാടികൾക്ക് ആശംസാ പ്രഭാഷണം നിർവഹിക്കുവാൻ വന്നിരിക്കുന്ന ഡോക്ടർ G. ചന്ദ്രശേഖര പ്രഭു സാറിനും എൻ്റെ നമസ്കാരങ്ങൾ. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. കായിക മാനസിക വാചികങ്ങളായിരിക്കുന്ന പ്രവൃത്തികളിൽ വരുന്ന ദോഷങ്ങളുടെ പരിഹാരത്തിന് വൈദ്യശാസ്ത്രം, യോഗശാസ്ത്രം, ശബ്ദശാസ്ത്രം എന്നിവ വിധിച്ചിരിക്കുന്ന ഋഷികളിൽ പ്രമുഖനായ പതഞ്ജലിയെ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ആവാം. ഇവയിൽ വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് യഥാക്രമം വൈദ്യശാസ്ത്രം, യോഗശാസ്ത്രം, വ്യാകരണശാസ്ത്രം, അതായത് ശബ്ദശാസ്ത്രം എന്നിവ വിധിച്ചിരിക്കുന്നു. ഇവയിൽ പ്രമുഖമായിരിക്കുന്ന ആശഗ്രന്ഥങ്ങളാണ് ചരകസംഹിത, യോഗസൂത്രങ്ങൾ, മഹാഭാഷ്യം എന്നിവ. പതഞ്ജലി, സാക്ഷാത് ആദിശേഷന്റെ അവതാരമായിരിക്കുന്ന പതഞ്ജലിയാണ് ഈ 3 ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. നാം കായികങ്ങളും മാനസികങ്ങളും ആയിരിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരം തേടാൻ എത്രത്തോളം മുഖ്യത്വം കൊടുക്കുന്നുവോ അത്രത്തോളം വാചികങ്ങളായ ദോഷങ്ങളുടെ പരിഹാരത്തിന് മുഖ്യത്വം കൊടുക്കുന്നില്ല. നമ്മുടെ മാതൃഭാഷയായ മലയാളം ഉപയോഗിക്കുന്ന സമയത്ത് അത് ശുദ്ധമായി ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ പലർക്കും അത്ര ആഭിമുഖ്യം ഉണ്ടാകുന്നില്ല. നാം നമ്മുടെ ഭാഷ ശുദ്ധമായി ഉപയോഗിക്കണമെങ്കിൽ അതിലുള്ള പദങ്ങളുടെ ശരിയായ പ്രയോഗം ആവശ്യമാണ്. അതിന് സംസ്കൃതത്തിന്റെ ജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ സംസ്കൃതത്തിൽ നിന്നുള്ള പദങ്ങൾ വളരെയധികം മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, സംസ്കൃതത്തിലുള്ള സമസ്ത പദങ്ങൾ അങ്ങനെ തന്നെ മലയാളത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മനോഹരം എന്നുള്ളൊരു വാക്ക് നാം ധാരാളമായി ഉപയോഗിക്കുന്നതാണ്. മനോഹരം എന്നത് മനസ്സ്, ഹര എന്ന് 2 ശബ്ദങ്ങളുടെ സമസ്ത പദമാണ്, സമാസം ചെയ്തുണ്ടാക്കിയ പദമാണ്. ഇവിടെ 2 പദങ്ങളും തമ്മിലുള്ള സന്ധി നിയമവും സമാസത്തിന്റെ നിയമവും സംസ്കൃത നിയമം അനുസരിച്ചാണ്. അതുപോലെ മനോദുഃഖം എന്ന് പറയും. ഇത് കണ്ടിട്ട് നാം മനസ്സിന്റെ സുഖം മനോസുഖം എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. മനസ്സുഖം എന്നാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കാൻ നാം സംസ്കൃത സന്ധി നിയമങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം മനോസുഖം വേണം എന്ന് പറഞ്ഞാൽ മനസ്സിന് സുഖമല്ല കിട്ടുക, മനസ്സിന് അസുഖമാണ് കിട്ടുക.
ഇതുപോലെയുള്ള ശരിയായ ശബ്ദപ്രയോഗം വേണമെങ്കിൽ സംസ്കൃത ഭാഷയുടെ പ്രാഥമിക ജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. ഇപ്പോഴുള്ള തലമുറയിൽ പദങ്ങളുടെ ശരിയായ പ്രയോഗത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഖേദാവഹമാണ്. ശരിയായ ഉച്ചാരണവും ശരിയായ പദപ്രയോഗവും ചെയ്യുക എന്നുള്ളത് ഭാഷയോട് ചെയ്യുന്ന ഒരു പുണ്യമാണ്. അത് കാരണം സംസ്കൃത ഭാഷയുടെ ജ്ഞാനം പോഷിപ്പിക്കേണ്ടത് അധ്യാപകരുടെ കടമയാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ സംസ്കൃത ദിനാചരണ പരിപാടികളെ കൊണ്ട് ഇത്തരം ശുദ്ധഭാഷയുടെ പരിപോഷണം ഉണ്ടാവുകയാണെങ്കിൽ ഭാഷ കൃതാർത്ഥയായി തീരും. നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം സംസ്കൃത ഭാഷാ ഗ്രന്ഥങ്ങളാണ്. അതുപോലെ ഭാരതത്തിനൊരു ഏകീകൃത ഭാഷ എന്ന് പറയണമെങ്കിൽ അത് സംസ്കൃത ഭാഷയാണ്. ഇത്തരം സംസ്കൃത ഭാഷയുടെ ജ്ഞാനം ഉണ്ടാവാൻ പ്രോത്സാഹിപ്പിക്കാൻ ഈ സംസ്കൃത ദിനാചരണം കാരണമായി തീരുകയാണെങ്കിൽ ഞാൻ സംസ്കൃത ഭാഷയും വളരെ സന്തുഷ്ടരായി തീരും, കൃതാർത്ഥരായി തീരും എന്ന് ഒരു സംസ്കൃത സേവകൻ എന്നുള്ള രീതിയിൽ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സംസ്കൃത ദിനാചരണം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ സംസ്കൃത ദിനാചരണ പരിപാടികൾക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. സംസ്കൃതമാത്രേ നമഃ. അസ്യ കാര്യക്രമസ്യ അധ്യക്ഷः विद्यालयस्य प्रबन्धकः आदरणीयः श्रीमान् के शशिधरन् महाभागः, विद्यालयस्य संस्कृतसभायाः उद्घाटनं निरूढवती प्रधानाध्यापिका श्रीमती श्रीदेवी महाभागा, संस्कृतदिनस्य उद्घाटनं तथा मुख्यप्रभाषणं च कृतवान् आदरणीयः डॉक्टर पी नारायणन् महाशयः. स्वागतम् आशंसितवती संस्कृत अध्यापिका श्रीमती अम्बिळी. अध्यापकसुहृतः, प्रियछात्राः, युष्मभ्यं सर्वेभ्यः मदीयाः सविनयप्रणामाः. वयं जानीमः अखिलभारतीयस्तरे श्रावणपूर्णिमादिनमेव संस्कृतदिनत्वेन संस्कृत अध्यापकैः, संस्कृतप्रचारकैः, संस्कृतप्रेमिभिः आचर्यते इति. एतस्य दिनस्य सन्देशः कः इति चिन्तनीयम्. संस्कृतं देशीय ऐक्याय सांस्कारिक उन्नतये च भवति इत्ययमेव सन्देशः. संस्कृतं कठिनं, संस्कृतभाषा मृतभाषा, संस्कृतं पठित्वा किमपि प्रयोजनं नास्ति इति चिन्ताः जनमनस्सु वर्तन्ते. संस्कृतस्य प्राधान्यं तथा महत्त्वं च बोधयितुं संस्कृताध्ययनेन देशीय ऐक्यं सम्पादयितुमेव संस्कृतदिनस्य आचरणम् अखिलभारतीयस्तरे न विस्मर्तव्यम्. भाषासु मधुरा मुख्यां दिव्या गीर्वाणभारती, तस्यां हि काव्यं मधुरं तत्रापि च सुभाषितम्. सर्वभारतीयभाषाणां माता भवति संस्कृतं. भाषासु प्रधाना भाषा भवति संस्कृतं, मधुरा भवति. एतत् सर्वं मनसि निधाय संस्कृतं पठनीयम्.
अस्माकं भारतीयसंस्कृतेः मूलं संस्कृतमेव, संस्कृतिः संस्कृताश्रिता इति अवश्यं स्मर्तव्यं। पौनःपुन्येन एतस्य दिनस्य शुभाशयाः सर्वेभ्यः समर्प्यन्ते। नमो नमः। जयतु संस्कृतं, जयतु भारतं, സംസ്കൃതമാത്രേ നമഃ. സർവേഷാം വന്ദനം. ഞാൻ അഫ്നാസ് അനീഷ്. ഈ ചടങ്ങിൽ നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർമ്മം. സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായി സംസ്കൃത ദിനത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും മുഖ്യപ്രഭാഷണവും നടത്തി ഈ ദിനം ധന്യമാക്കിയ സംസ്കൃത പണ്ഡിതനും പൂജ്യനുമായ ഡോക്ടർ നാരായണൻ സാറിനും അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാന്യനായ സ്കൂൾ മാനേജർ കെ ശശിധരൻ സാറിനും സംസ്കൃത ക്ലബിൻ്റെ ഉദ്ഘാടനം നടത്തിയ പ്രിയങ്കരിയായ HM ശ്രീദേവി മാമിനും ആശംസാ ഭാഷണത്തിലൂടെ സംസ്കൃത മഹാത്മ്യം പകർന്നു തന്ന ഡോക്ടർ ചന്ദ്രശേഖര പ്രഭു സാറിനും സ്വാഗത പ്രഭാഷണം നടത്തിയ ഞങ്ങളുടെ പ്രിയ അധ്യാപിക അമ്പിളി ടീച്ചർക്കും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.